എടാ ജോബിയെ, എത്ര ഫാസ്റ്റായിട്ടാണ് ഓരോ ക്രിസ്മസുകളും കടന്നു പോണേ അല്ലേ? ഇപ്പോൾ ലോകം മൊത്തം ഫാസ്റ്റല്ലടാ. ഫാസ്റ്റ് ലൈഫ്, ഫാസ്റ്റ് ഫുഡ്, ടോട്ടൽ ഫാസ്റ്റ്. ഓരോ ക്രിസ്മസുകളും ഓരോ ഓർമ്മകളല്ലേ? അതങ്ങനെ ചെയ്യേ. ഓരോ വർഷം അവസാനിക്കുന്നത് ക്രിസ്മസിനോട് കൂടിയിട്ടല്ലേ. അപ്പോൾ ആ വർഷത്തെ കയ്പും മധുരമൊക്കെ അതിലുണ്ടാവും. പക്ഷെ ചില കയ്പൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ വല്ലാത്ത മധുര. പണ്ടത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എവിടെയുടെ കയ്പ്? കുട്ടിക്കാലത്തൊക്കെ കട്ട ദാരിദ്ര്യമായിരുന്നില്ലേ? പിന്നെ നാവിന് രുചിയിൽ എന്തെങ്കിലും കിട്ടണമെങ്കിൽ ക്രിസ്മസ് വരണം. അമ്മച്ചി ഉണ്ടാക്കണ ആ കള്ളപ്പവും ഇറച്ചിക്കറി, അതിൻ്റെ ടേസ്റ്റ് പിന്നെ എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ലടാ. മുറ്റത്ത് കളിക്കുമ്പോഴൊക്കെ ആ ഇറച്ചിക്കറിയുടെ മണം മൂക്കിൽ വന്നിങ്ങനെ അടിക്കും. മണം മാത്രമേ ഉണ്ടാവുള്ളൂ, ചട്ടിയിൽ കുറച്ചേ കാണത്തുള്ളൂ. അല്ല, അപ്പച്ചൻ്റെ കയ്യിൽ അതിനൊക്കെ അത്രേ കാശും കാണത്തുള്ളൂ. മിക്ക വീടുകളിലും അതുതന്നെയായിരിക്കും അവസ്ഥ. ദാരിദ്ര്യം അത് നമ്മുടെ കൂടപ്പുറപ്പായിരുന്നില്ലടാ. പക്ഷെ ഇന്നത്തെ കാലത്തൊക്കെ എന്നാടല്ല ആവശ്യം. കെട്ടിയോക്കും കുട്ടിയോക്കും ഒന്നിനൊരു കുറവുമില്ല. പർച്ചേസ്, ആർഭാടം, ആവശ്യത്തിന് അനാവശ്യത്തിനും വിഭവങ്ങൾ, അത് മുഴുവൻ വേസ്റ്റ്. അവർക്ക് ഈ ദാരിദ്ര്യം എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അതൊക്കെ പോട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു നിൻ്റെ ക്രിസ്മസൊക്കെ? നമുക്കിപ്പോഴും ആ പഴയ ക്രിസ്മസ് തന്നെ. നീ നേരത്തെ പറഞ്ഞില്ലേ ആ ദാരിദ്ര്യത്തിൻ്റെ ക്രിസ്മസ്, അതൊന്നും ഒരു മാറ്റമില്ലടോ. അല്ലടാ, അപ്പം ക്രിസ്മസ് ആഘോഷിച്ചില്ലേ? പെണ്ണുപിള്ളയുടെ ഡയാലിസിസ് മുടങ്ങാതെ കൊണ്ടുപോകണോ അതോ ക്രിസ്മസ് ആഘോഷിക്കണോ? ഈ ന്യൂ ഇയർ മുതൽ നിൻ്റെ പെണ്ണുമ്പിള്ള രോഗം മുഴുവനും മാറി തിരിച്ചു വരുന്നത് വരെ നമ്മൾ ഡയാലിസിസ് നടത്തിയിരിക്കും. ഒപ്പം ഇനിയുള്ള എല്ലാ ക്രിസ്മസും ന്യൂ ഇയറും ഓണവും വിഷുവും എല്ലാ ആഘോഷങ്ങളും നമ്മൾ കുടുംബസമേതം ഒന്നിച്ച് ആഘോഷമായിട്ട് നടത്തും. പോരെ? ഒരു കൂട്ടുകാരനെന്ന നിനക്ക് നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടെന്ന് പറഞ്ഞാൽ കൊല്ലും ഞാൻ.